അപ്പോൾ എന്നിട്ട് പരിപാടി മരുന്നൊക്കെ വെച്ച് സെറ്റായിട്ടേ അസുഖമൊക്കെ മാറിയതുകൊണ്ട് പരിപാടി പിടിക്കാൻ നോക്കണം അടുത്തത്. ഇനി ഇവിടുന്ന് ഡൽഹിക്ക് പോകാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ ജയ്പൂരുണ്ട്. ജയ്പൂർ ഇന്നലെ കുറച്ച് സ്ഥലങ്ങൾ കണ്ടു. ഇനിയിപ്പോൾ ഇവിടുന്ന് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂം എടുത്ത് തന്നിട്ടുള്ള ബാബുരാജ് എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. ആ ചേട്ടനെ കാണാൻ ചെല്ലാൻ വന്നിട്ട് വിളിച്ചിട്ടുണ്ട്. പോണ വഴിക്കാവുന്ന പറഞ്ഞാൽ ലൊക്കേഷൻ വെച്ചാൽ. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ഫ്രണ്ട് ഇവിടേക്ക് രാജസ്ഥാൻ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ജയ്സൽമീറൊക്കെ കണ്ടിട്ട് ഇപ്പോൾ ജയ്പൂർ ഇന്നലെ രാത്രി എത്തിയെന്ന് പറഞ്ഞേ. വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ലേ, ഇത് ഭാഗത്താന്ന് അറിയില്ല. അപ്പോൾ അവനെയും കൂടി ഒന്ന് മീറ്റ് ചെയ്യണം. അങ്ങനെ ഇവിടുന്ന് ഇറങ്ങാൻ നോക്കട്ടെ ഏട്ടാ. ഇവിടെ 2 ദിവസം മുമ്പ് ഈ ഹോട്ടലിലാണ് കണ്ടില്ലേ, ഹോട്ടൽ ജായ്മ പാലസ്. അങ്ങനെ നൈസായിരുന്നു. ഇന്നലെ രാത്രി 2 മണി തൊട്ടിട്ട് കറണ്ട് ഉണ്ടായിരുന്നില്ല. വേറെ പ്രശ്നമൊന്നുമില്ല, സെറ്റാണ്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഓരോ പ്രശ്നങ്ങൾ വരുമല്ലോ എപ്പോഴും. അങ്ങനെ അപ്പോൾ ഞാൻ ഇവിടുന്ന് മെല്ലെ ഇറങ്ങാൻ നോക്കട്ടെ കേട്ടോ. അപ്പോൾ ശരി. നല്ലൊരു ഏരിയയാണ് ഇവിടെയൊക്കെ. പക്ഷോ എൻ്റെ പൊന്നെ എന്ത് ചൂടെന്ന് പറയുക, ഒരു രക്ഷയില്ലാത്ത ചൂടാ. അമ്മാതിരി ചൂടെന്ന് പറയില്ലേ, സഹിക്കാൻ പറ്റില്ല, അത്രക്കധികം ചൂടാ. ഞാൻ അവിടുന്ന് ഒരു 11 മണിക്ക് നമ്മൾ ഇറങ്ങിയത്. ഞാൻ ആ റൂം റെഡിയാക്കുന്ന ബാബുരാജേട്ടനെ കണ്ടു. പിന്നെ നമ്മുടെ നാട്ടിലുള്ള 2 പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു, അവരെയും കണ്ടു. എന്നിട്ട് ഇറങ്ങിയിട്ട് ഇപ്പം 3 മണിയായി. 3 മണിക്കാണ് ഞാൻ ഇറങ്ങണത്. ഒരു കടയുടെ സൈഡിൽ കിടന്നു വന്നിട്ട് ഇറങ്ങണ. എന്ത് ചൂടെന്ന് പറയാം, ഒരു രക്ഷയില്ല. ഇവിടെ മരിച്ചുകൂല, അതേപോലെ ചൂടാ. അത് അവിടെ ഒരു കട എത്തിയപ്പോൾ ഒരു ധാബ, അവിടെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നുണ്ട് ഇവിടെ വന്നിട്ട്. അങ്ങനെ ഈ വേറെ സൈഡില്ല. ഇനി എത്ര 250 കിലോമീറ്റർ ഉണ്ട് ഇനി ഇവിടുന്ന് ഡൽഹിക്ക്. ഡൽഹിയെ പോകണം. അപ്പോൾ ശരി ചേട്ടാ. ഇന്നലെ രാത്രി ടെൻ്റ് അടിച്ചു, അതും കാണിച്ചില്ല. രാവിലെ എനിക്ക് അതും കാണിച്ചില്ല. എങ്ങനെയെങ്കിലും രാവിലെ പുലർച്ചെ നേരത്തെ നേരത്തെ ഇറങ്ങിയതാട്ടോ. പക്ഷേ നോക്കണം, എന്ത് ചൂടെന്ന് പറയാം, തലക്ക് ഇറങ്ങിയില്ലേ. ഉച്ചയ്ക്ക് ഒരു 11 മണി വരെ കണ്ട് ചവിട്ടിയുണ്ട്. ഉച്ചയ്ക്കൊന്നും കുഴപ്പമില്ല. ഇപ്പോഴൊക്കെ ഈ ടൈമിൽ എന്ന് പറഞ്ഞാൽ 36 ഡിഗ്രി. എന്ത് ചൂടെന്ന് പറയുക, ഒരു രക്ഷയില്ല. മനുഷ്യൻ മരിക്കുക നിലയ്ക്കാണ്ട് പ്രാന്ത് ഷോ. എന്ത് ചൂടത്. ഒന്ന് പെട്രോൾ പമ്പിൽ വന്നപ്പോൾ ഇവിടെ വന്നിട്ട് ഈ റൂം വന്നു. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കിടന്നു പറഞ്ഞു ഉച്ചയ്ക്ക്. ഞാൻ എങ്ങനെയും ഇവിടുന്ന് പോകണം വിചാരിച്ചിട്ടാ. ഇനി ഇവിടുന്ന് ഡൽഹിക്ക് ഇനി എത്ര ഇനിയുണ്ട് 80 കിലോമീറ്റർ ആയിട്ടുണ്ടതുകൊണ്ട്. ഇതിപ്പോൾ ഹരിയാന ബോർഡർ കടന്നുണ്ട് ജസ്റ്റ് ഇപ്പോൾ ഉണ്ട്. ഓ പറയാനട്ടാ, ചാത്ത് പോവാൻ ചെയ്യാം അതല്ല കേണ്ടി. അയ്യോ എനിക്കാൻ പറ്റുന്നില്ല ഇവിടുന്ന് കഴിഞ്ഞാലൊന്നും. സീനാണ്. എന്ത് ചൂടെന്ന് പറയുക, തലറിഞ്ഞ് വീഴണോ വീണ്ടും, അതാണ് പേടി. മറ്റേ ഗുജറാത്തിൽ അവിടെ കിടന്ന് ഇറങ്ങുമ്പോഴൊന്നും ഇത്ര ഉണ്ടായിരുന്നില്ല കേട്ടോ. പറ്റിയ കുഴപ്പം തോന്നിയിരുന്നില്ല. ഇത് തീരെ പറ്റുന്നില്ലേ, ബോഡിയൊക്കെ ഭയങ്കര റിയാക്ട് ചെയ്ത് തുടങ്ങി. ഓ ഉള്ളു വെയിൽ മാത്രം, വേറെ ഒന്നുമില്ല. ഇതിൻ്റെ ഉള്ളിൽ കാരണം തെരി കുറവുണ്ട്. എളുപ്പമല്ല കേട്ടാ. ഇവിടുന്ന് കഴിഞ്ഞ് പോയിട്ട് അടുത്ത വണ്ടി പിടിച്ച് കിടന്നു നോക്കാം. ഇപ്പം എത്ര സമയം എത്രയെന്ന് അറിയും. ഇപ്പോൾ എനിക്ക് പോകാൻ പറ്റുന്നില്ല. 3:30 ഉണ്ടാവും. 3:45 സമയം. ചടങ്ങാണ്. ഇന്നലെ മിഞ്ഞാന്ന് തുടങ്ങിയതാണ്. ഡൽഹിക്ക് എത്ര 200 സംതിങ് കിലോമീറ്റർ ഉണ്ടായിരുന്നു. 200 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഇന്നലെ കുറച്ച് ഓടി. ഇതപ്പോൾ ഇന്നിപ്പോൾ ഓടി. ഇനിയിപ്പോൾ ഒരു എത്ര 80-90 കിലോമീറ്റർ കൂടി ഉണ്ട്. മറ്റേ ഫോൺ ഓഫ് ആവുകയും ചെയ്തു. നോക്കിയോട്ടെ എന്തായാലും. ഇന്നിപ്പോൾ എന്തായാലും എത്താനില്ല. നാളേക്കായാലും ഡൽഹിക്ക് എത്താൻ പറ്റുമെന്ന് എങ്ങനെയും നോക്കണം. ചൂട് കാരണം നാളേക്ക് എത്തുന്ന ഉറപ്പ് പറയാൻ പറ്റില്ല. അമ്മ ചൂടാ, സഹിക്കാൻ പറ്റുന്നില്ല. നോക്കട്ടെ. ശരി. അപ്പോൾ അങ്ങനെ ഇന്ന് എടുക്കാനുള്ള സ്ഥലം ഒരു അമ്പലത്തിലാണ്. എന്തിട്ട് അമ്പലമാണെന്ന് മനസ്സിലാവണില്ല. ഒരു മനുഷ്യവിഗ്രഹം പോലത്തെ, മനുഷ്യവിഗ്രഹം അല്ല, മറ്റേ ശ്രീനാരായണ ഗുരുപ്പില്ല, അതേപോലത്തെ ഒരാളുടെ. അങ്ങനെ അമ്പലത്തിലേക്ക് കയറിയപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ ഞാൻ ചോദിച്ചു, ഇവിടെ വന്നിട്ട് റോട്ടിൽ കൂടുമ്പോൾ ചോദിച്ചിട്ട് ടെൻ്റ് അടിക്കാൻ വേണ്ടി വാന്ന് പറഞ്ഞു. ഇവിടെ വന്നിട്ട് ടെൻ്റ് അടിച്ചു. ഫാനുണ്ട്, ലൈറ്റ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇവിടെ കുറേ അച്ചാച്ചന്മാർ ഹുക്കയിൽ മറ്റേ സാധനമൊക്കെ വലിക്കേണ്ടിരുന്നിട്ട് ഇവിടെ അമ്പലത്തിനുള്ളിലൊക്കെ ഹുക്കയൊക്കെ വലിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അറിയില്ല എങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ അപ്പോൾ ഇവിടെയൊക്കെ സെറ്റായി. ഞാൻ ഡ്രസ്സൊക്കെ അവിടെ തോന്നിയിട്ടുണ്ട്. ഇതാണ് അമ്പലത്തിൻ്റെ ഉൾഭാഗം. കണ്ടില്ലേ എന്തോ ഒരു വിഗ്രഹം കണ്ടിക്ക് മനസ്സിലായൊന്നുമില്ല. ആൾക്കാരാണ് ഫുള്ള്. ഇവിടെ കുറേ സാധനം. ആ സാധനം നോക്കി കൊട്ടണതില്ലേ, ഓട്ടോമാറ്റിക്കായിട്ട് മണി അടിക്കുക ചെയ്യുക, കൊട്ടുക, അതൊക്കെ ചെയ്യണ സംഭവമാണ് അത്. അതെങ്ങനെയാണോ രാവിലെ ചിലപ്പോൾ ഉണ്ടാവും. നേരെ കാല് നോക്കി അങ്ങനെ അവിടെ കണ്ടില്ലേ ഹുക്ക വലിക്കുന്നു ആ ചാച്ചന്മാർ. നല്ല വലിയൊരു ആലൊക്കെ ഉണ്ട്. ഈ ആലിൻ്റെ മുകളിൽ വെച്ച് നിറച്ച് കുരങ്ങന്മാർ 5 കളിയാണ്. ഇനി ഇവിടുന്ന് നാളേക്ക് എങ്ങനെയെങ്കിലും ഡൽഹി എത്താൻ പറ്റും നോക്കണം. 80 കിലോമീറ്ററിൻ്റെ ഉള്ളിലോട്ടുണ്ടെന്നുകൊണ്ട് ഇനി ഇവിടുന്ന് ഡൽഹിക്ക്. അങ്ങനെ ഫോണൊക്കെ ചാർജ് ചെയ്യണം. ഫോണിലൊന്നും ചാർജില്ല, ക്യാമറയിൽ ചാർജില്ല, ഒക്കെ പറ്റി വരണ്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഇന്നലെ പിന്നെ ഞാൻ ടെൻ്റ് അടിക്കുന്നത് കാണിച്ചില്ല. ഒന്നാമത് ഇന്നലെ വയ്യ. പിന്നെ പറഞ്ഞ എന്നും പെട്രോൾ പമ്പിൽ ടെൻ്റ് അടിക്കുന്നത് കാണിച്ചിട്ട് വന്നിട്ട് കാര്യം. ഇന്നലെ വന്നു. ഇന്നലെയും ഇപ്പോൾ 2 ദിവസമായിട്ട് ഒന്നും വഴിയിലൊന്നും കാണാൻ മാത്രം ഒന്നുമില്ല. ഫുള്ള് ഹൈവേ മാത്രം. നല്ല ചൂട്.
ക്യാമറ എടുക്കാൻ പോലും പറ്റില്ല. അമ്മ അതിന് ചൂടെന്ന് പറയില്ലേ. എങ്ങനെയും എവിടെയെങ്കിലും എത്തിയാൽ മതി, വെള്ളം കുടിക്കണം. ഇതന്നെ, വേറെ പരിപാടിയൊന്നുമില്ല. ഭയങ്കര ക്ഷീണ, എളുപ്പമല്ല. ഓ അമ്മ അതിന് ചൂട് സീനാ. പക്ഷേ ഇവർ പറയണതാണ് ഇവിടെ സ്റ്റാർട്ടിങ് ചൂടായിട്ടുള്ളത്. ഇവിടെ 48-50 അടുത്തൊക്കെ എത്തുമെന്ന് പറയണം. ഇവർ സമ്മതിക്കണല്ലോ ഇവിടുത്തെ ആൾക്കാരെ. ഇപ്പം തന്നെ മനുഷ്യന് സഹിക്കാൻ വേണ്ടി ചാവാറായി ചെയ്യാൻ നല്ല ചൂട്. അങ്ങനെ അവിടെ നോക്കി, അവിടെ ഇതുമൂലൊക്കെ ഫുള്ള് കുരങ്ങന്മാർ കണ്ട, ഫുള്ള് കുരങ്ങന്മാരാ. അമ്മമ്മ കല്ലെടുത്തിട്ട് നോക്കി. ആദ്യം ഇവർ പറഞ്ഞു ഇതിനുള്ളിലേക്കൊന്നും കുരങ്ങന്മാർ വരില്ല എന്ന് പറഞ്ഞേ. അപ്പം ഞാൻ പിന്നെ വെറുതെ റിസ്ക് എടുക്കേണ്ട, സാധനങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ വെറുതെ എന്തിനാ. അപ്പോൾ പിന്നെ ഞാൻ ടെൻ്റ് അടിച്ചിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ശരി, ഇനിയിപ്പോൾ നാളെ ഡൽഹിക്ക് എത്താൻ നോക്കണം. അപ്പം ഞാൻ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നല്ല ഫുഡ് അവിടെ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന പറയുക, അത് വാങ്ങാൻ പോകണം പോയിട്ട്. അപ്പോൾ ശരി. അങ്ങനെ ഇന്നലെ കിടന്ന അമ്പലത്തിൽ നിന്ന് കാലത്ത് തന്നെ ഇറങ്ങി, നേരത്തെ ഇറങ്ങി. അത് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് വേഗം ഡൽഹിക്ക് എത്തണമല്ലോ. ഇനിയിപ്പോൾ ഡൽഹിക്കല്ല, അതിന് മുന്നായിട്ടാണ് ഈ മറ്റേ എന്നോട് വരാൻ പറഞ്ഞ റൂം സെറ്റാക്കിയെന്ന ആളെന്ന് പറഞ്ഞില്ലേ, ടൈറ്റസ് എന്ന് പറഞ്ഞ ചേട്ടൻ. ആളുടെ റൂം വരണത് അത് ഡൽഹിക്ക് എത്തണ്ടാവുണ്ട്. ഇനി ഇവിടുന്ന് എത്ര 13 കിലോമീറ്റർ കൂടി കണ്ടിട്ടുണ്ട്. റൂം വഴിക്ക് കണ്ടതാ നോക്കി, അക്കോറിയത്തിലൊക്കെ ഇടുന്ന പോലത്തെ കല്ലുകളുണ്ട്. നല്ല രസം കേട്ടോ, കുറേ ടൈപ്പ് ഉണ്ട്. കണ്ട ഇതൊക്കെ കണ്ട, ഉള്ളിലിടുന്ന ടൈപ്പ് എല്ലായിടത്തും ഫുള്ള് കല്ലുകളാ. ഇവിടെ വെക്കാനുള്ള തുറന്നിട്ടില്ലേ, അടച്ചിട്ട് കൊടുക്കുക. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, നോക്കിയേ വേണ്ട, നല്ല രസമുണ്ട് കല്ലുകൾ. ഞാൻ ആദ്യം എളുപ്പം കല്ലുകൾ നോക്കി. നല്ല കളർഫുള്ളായി എൻ്റെ കല്ലുകൾ. കളർഫുൾ കല്ലുകൾ. ബാഗ് ഇവിടെ നിന്ന് മറ്റുള്ളവിടേക്ക് എത്താൻ നോക്കാം, നല്ലത്. അയ്യോ, അങ്ങനെ ഡൽഹിയിലെത്തി. സ്റ്റാൻഡ് സെൻട്രൽ സ്റ്റാൻഡ് അത്. ആ ആളുടെ വീട്ടിലാണ് ഇപ്പോൾ നിൽക്കണമെന്ന്, ടൈറ്റസ് ഏട്ടൻ എന്ന് പറഞ്ഞിട്ട്. അവിടെ നല്ല തിരക്കാണ്. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഡൽഹിയിലെത്തി. ഡൽഹി എത്തിയിട്ട് ടൈറ്റസ് ഏട്ടൻ്റെ ഒപ്പം ഇപ്പോൾ നിൽക്കണേ. ടൈറ്റസ് ഏട്ടൻ ആളിലപ്പോൾ 2 ദിവസം നിൽക്കണേ റൂമിൽ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടെ വന്നാലും വിചാരിച്ചിട്ട് സൈക്കിളും സർവീസിന് കൊടുത്തു. ഹായ് അങ്ങനെ സൈക്കിള് സർവീസിന് കൊടുത്തിട്ട് നോക്കുമ്പോൾ പാൻറ്റ് കീറിയിട്ടുണ്ടായിരുന്നു. 2 പാൻറ്റ് മൂടൊക്കെ കീറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരെണ്ണം മുന്നേ മാറ്റി കാരണം കിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരെണ്ണത്തിന് പകരം മാറ്റിയിട്ട് വേറൊരു പാൻറ്റ് എടുത്തു, കുറച്ച് കട്ടിയുള്ള ടൈപ്പ് എടുത്തു. കാശൊന്നും കൊടുക്കണ്ടല്ലോ, തെക്കത്തണിൽ അങ്ങനെ പോയിരുന്നില്ല. അങ്ങനെ ഒരു മാളുടെ, വലിയ മാളുടെ ഉള്ളിലാ. ആ ശരി ശരി. ആ നമ്മുടെ ചേട്ടനെ ബീവറേജിക്ക് പോയിട്ട് വരാമെന്ന്, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ശരി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇത് വലിയൊരു മാളുണ്ട്. എന്തോ ഇതിൻ്റെ മാളുടെ പേര് ഇവിടെ എഴുതിയില്ലെന്ന് കാണാനില്ല. മാളുടെ പേരെന്താണാവോ? ഓ എന്നിട്ടാണ് ഇങ്ങനെ ഓണടിക്കണേ. അമ്മച്ചി ആവുന്ന അഞ്ചത്തൊക്കെ കഴിക്കുന്നുണ്ട്. ഓയ് നടക്കണ വലിയ കഷ്ടമായില്ലോ. അങ്ങനെ നമ്മൾ 3 ദിവസം കാത്തിരുന്നിട്ടുണ്ടോ അവിടേക്ക് നമ്മൾ ഡൽഹിക്ക് എത്തിയത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കില്ല ഡൽഹിക്കുള്ള യാത്ര. ജയ്പൂരിൽ നിന്ന് ഡൽഹിക്കുള്ള യാത്ര ഉണ്ടല്ലോ, ചൂടെടുത്തിട്ട് മരിച്ചില്ല. അത് നിലയ്ക്ക് ഞാൻ വന്നത്. ഓ പറയണ്ട. അങ്ങനെ ഇപ്പോൾ കണ്ട ടൈറ്റൽസ് ആയിട്ടില്ലേ, ഞാൻ ജയ്പൂർ വെച്ചിട്ട് വയ്യാണ്ടായപ്പോൾ ഈ സനീത് ഇല്ലേ, മറ്റേ 1 വീലിൽ വന്നിട്ടാണ് സനീത്, അവനാണ് ടൈറ്റൽസ് ചേട്ടനെ കണക്ട് ചെയ്തിട്ട് ജയ്പൂരിലുള്ള ബാബുരാജേട്ടനെ കണക്ട് ചെയ്തിട്ട് അന്ന് റൂം സെറ്റാക്കിയത്. വന്ന തന്നെ ആൾ പറഞ്ഞിട്ടായിരുന്നു ഡൽഹിക്ക് വായോന്ന് പറഞ്ഞിട്ടായിരുന്നു ആളൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പിന്നെ നേരെ പോന്നു, ആളുടെ നിൽക്കാൻ വിചാരിച്ചു എന്തായാലും. പിന്നെ ജാക്കറ്റ് എന്തായാലും വാങ്ങണം പറഞ്ഞാവും. ജാക്കറ്റ് ഇല്ല, ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലത്തെയാ, വലിയ കഥയിൽ സാധാ മറ്റേ ഹുഡിയില്ല, അതാണ്. അപ്പോൾ എന്തായാലും ഒരു ജാക്കറ്റ് ഇനി ഇപ്പോൾ ഇവിടുന്ന് വാങ്ങാൻ വിചാരിച്ചു. സൈക്കിളിൻ്റെ ഇതുണ്ടായിരുന്നു, സൈക്കിളിൻ്റെ സർവീസ് കഴിഞ്ഞു. കാണിച്ചു തരണം. സൈക്കിൾ കണ്ടില്ലേ, സൈക്കിൾ മൊത്തം കുട്ടപ്പനാക്കിയിട്ട് തന്നിട്ടുണ്ട്. ഒന്ന് എല്ലാവരുടെ കഥകളിൽ പോയി കഴിഞ്ഞാൽ മലയാളികളുണ്ട് അവിടെ, നല്ല പിള്ളേരാടുന്നു. അങ്ങനെ അവനാച്ച ഞാൻ ഓൾ ഇന്ത്യ അടിച്ചുള്ളത് അവിടെ ഉള്ളത്. എന്നിട്ടാണ് പേര് ഞാൻ മറന്നു. അങ്ങനെ അവൻ വന്നിട്ട് പറഞ്ഞു ഇനിയിപ്പോൾ നേരെ സെറ്റാക്കാന്ന്, നീ ഇവിടുന്ന് പോകാൻ നോക്കട്ടെ കേട്ടോ. അപ്പോൾ ശരി. അങ്ങനെ ടൈറ്റസ് എന്നൊരു പേര് തെറ്റിയാണ്. ടൈറ്റസ് എന്ന് പറഞ്ഞ ആളുടെ പേര്, ആളുടെ ഫ്ലാറ്റിലാണ് ഇപ്പോൾ. അപ്പോൾ സൈക്കിൾ ഇതിനുള്ളിൽ വെച്ച് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൈക്കിൾ നോക്കി സർവീസൊക്കെ കഴിഞ്ഞ് പൊട്ടപ്പനായി കണ്ട തെക്കാത്തലങ്ങളിൽ പോയിട്ട് സർവീസൊക്കെ കഴിഞ്ഞുള്ളപ്പോൾ. ഇങ്ങനെ
ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ് ആളുടെ റൂം. ആളും വേറൊരു 4 ആൾക്കാരും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ ആളെന്നോട് പറഞ്ഞു ഇവിടെ കിടന്നു പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. അത് കാരണം കുഴപ്പമില്ല. അപ്പോൾ ആള് നമ്മുടെ ആളോട് ഞാൻ പൊറോട്ട കഴിച്ചിട്ട് കുറേ നാളായി പറഞ്ഞപ്പോൾ പൊറോട്ട വാങ്ങി തന്നുണ്ട് റൂമിലാണെന്ന്. ആൾ ഉച്ചയ്ക്ക് നല്ല മത്തിക്കറിയും ചോറുണ്ടാക്കിയിട്ടുണ്ടാവും. മത്തിക്കറിയുണ്ട്. മത്തിക്കറിയും പൊറോട്ടയും കൂടി നല്ല പടം അടയ്ക്കണം. നല്ല വിശപ്പുണ്ട്. അങ്ങനെ ഇതാണ് ആളുടെ റൂം. ബായ് തുറക്കാൻ കൂട്ടിയില്ല. അയ്യോ ആ നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഉറങ്ങി കിടന്നു. മാതിര കിടക്കട്ടെ. സാധനങ്ങളൊക്കെ ഉടച്ചുണ്ട്. അയ്യോ അങ്ങനത്താണ് റൂം. ടൈറ്റസ് ആയിട്ടുണ്ട്. അങ്ങനെ സാധനങ്ങളൊക്കെ ഉടച്ചുണ്ട്. സെറ്റായി. ഇതോടൊക്കെ സെറ്റ് വീഡിയോ എടുക്കുന്നുണ്ട് വെറുതെ. നിങ്ങൾ രാത്രി 12 മണിക്ക് നടക്കാറില്ല. നല്ല രസമൊന്നുമില്ല. അങ്ങനെ തന്നെ ഉള്ളി കൂടെ വരുമ്പോൾ നല്ല രസമാണ് വീഡിയോ എടുക്കുമ്പോൾ. ഇതിലെ രാത്രി 12 മണിക്ക് ഞങ്ങൾ നടക്കുകയാണ് ഗൈസ്. ഞങ്ങൾ 4 പേരുണ്ട്. ഞാനും എൻ്റെ സുഹൃത്ത്, സുഹൃത്തുക്കള്, നമ്മുടെ പിള്ളേരും എല്ലാവരും ഉണ്ട്. ഓക്കെ ചില്ലല്ലേ, വൈബല്ലേ, പൊളിക്ക് പൊള്ളി തന്നെ പൊള്ളിയില്ലേ. അങ്ങനെ ഡൽഹിയിലെ സ്ട്രീറ്റിൽ കൂടി ഞങ്ങൾ 3 പേര് നടക്കുകയാണ്. ഫുഡ് വാങ്ങാറില്ല. ഫുഡ് ഡെലിവറി അവിടേക്കാ വരിക. പുറത്ത് കേരളത്തിൻ്റെ ഉള്ളിക്കൊന്നും വരില്ല. ചേരിയുടെ ഉള്ളിക്ക്. അങ്ങനെ ഇവിടെ പെരുന്നാളിൻ്റെ പരിപാടിയായിട്ട് ഫുള്ള് ലേറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെയാണ്. ചിക്കൻ 80 രൂപയുള്ളൂടെ. 80 രൂപ. നല്ല കളർഫുള്ളായില്ലേ ചേരികളൊക്കെ നോക്കി. പന്ത്രണ്ടര സമയം. എന്തിനു പറയാ, ഡൽഹിയിലെ ചേരിയിൽ കൂടി ടൈറ്റസ് ആയിട്ടൊന്നും പിള്ളേരും. ഫുഡ് കഴിക്കാറ വേണ്ടി വന്നല്ലേ. തണവൊന്നൊരു പ്രശ്നമല്ല. അയ്യോ ആർക്കും വേണ്ടല്ലോ. അങ്ങനെ റൂമിലേക്ക് പോട്ടെ. എനിക്ക് നല്ല തണവാണ് കേട്ടോ. തണവ് തണവ്. അയ്യാ അങ്ങനെ റൂമിൻ്റെ അവിടേക്ക് എത്തി. ഇനി പോയി ഭക്ഷണം കഴിക്കാൻ നോക്കട്ടെ. ആദ്യം എനിക്ക് എടുക്കണം. ഓക്കെ ക്യാഷ് ഇതിനുള്ള കൊതി. അത് എലി കടിച്ചിട്ട് വന്നല്ലേ. അങ്ങനെ KFC വന്നു. KFC കഴിക്കുക. നീ ഉറങ്ങാൻ പോവല്ലേ?
കഴിച്ചിട്ട് ഇറങ്ങാന്നല്ലേ. ഇത് എന്താ നല്ല ആരും കഴിക്കോ? അത് ശരി.